ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമേൽ കനത്ത ആക്രമണം നടത്തി ഇന്ത്യ. പഹൽഗാമിൽ തീവ്രവാദികൾ നിരപരാധികളായ ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയതിന് തക്ക മറുപടി. വരൂ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടാൻ കാരണം നിരപരാധികളായ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ തീവ്രവാദികൾ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനാൽ ആണ്. ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയ പ്രസ് റിലീസാണ് ഇത്. മെയ് 7 ഇന്ത്യൻ സമയം വെളുപ്പിന് 1:44 AM പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ പട്ടാളം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ കൃത്യമായ ആക്രമണം നടത്തി. ഏതാനും നിമിഷം മുൻപ് ഇന്ത്യൻ പട്ടാളം തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും കൃത്യമായ ടാർഗറ്റുകളിൽ പ്രത്യാക്രമണം നടത്തി. എല്ലാം കൂടി 9 കേന്ദ്രങ്ങളിലാണ് പ്രത്യാക്രമണം നടത്തിയത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ നടപടി കേന്ദ്രീകൃതമായതും അളന്നു കുറിച്ചുള്ളതും പ്രകോപനപരമല്ലാത്തതുമാണ്. വളരെ സംയമനത്തോടെയാണ് ആക്രമണം നടത്തേണ്ട സ്ഥാനങ്ങളും നടത്തുന്ന രീതികളും തെരഞ്ഞെടുത്തത്. പഹൽഗാമിൽ 25 ഇന്ത്യക്കാരെയും ഒരു നേപ്പാളി പൗരനെയും പ്രാകൃതമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിലാണ് ഈ നടപടികൾ എടുത്തിട്ടുള്ളത്. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടുകയില്ല എന്നുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഇതിലൂടെ നിറവേറ്റുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഇന്ന് അല്പസമയത്തിന് ശേഷം വളരെ വിശദമായ ഒരു വിശദീകരണം ഉണ്ടാവുന്നതാണ്. BBC-യുടെ ഈ വാർത്തയിൽ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമണം തുടങ്ങിയതിനു ശേഷം എക്സ്പ്ലോഷൻസ് കേട്ടു. വലിയ ഉച്ചത്തിലുള്ള എക്സ്പ്ലോഷന്റെ പല ശബ്ദങ്ങളും പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടു എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മുസാഫർബാദിൽ നിന്നുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞത് അവിടെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി ഇല്ലാതായി എന്നാണ്. പാകിസ്ഥാനി മിലിറ്ററി പറഞ്ഞത് 3 സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നാണ്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ പബ്ലിക് റിലേഷൻസ് വിങ്ങിന്റെ ഡയറക്ടർ ജനറൽ പാകിസ്ഥാൻ ന്യൂസ് ചാനൽ ജിയോ ടിവിയോട് പറഞ്ഞത് 3 സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ മിസൈൽ ഹിറ്റ് ചെയ്തു. ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞത് മുസാഫർബാദും പാക് അധീന കാശ്മീരിലെ കോട്ലിയും ബഹവൽപൂരുമാണ് ഈ 3 സ്ഥലങ്ങൾ എന്നാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 3 ലൊക്കേഷനുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാന്റെ മിലിറ്ററി സ്പോക്ക് പേഴ്സൺ പാകിസ്ഥാനി ടിവിയിലൂടെ പറഞ്ഞു. റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസി പറയുന്നത് കനത്ത ഷെൽ ആക്രമണവും വളരെയേറെ എക്സ്പ്ലോഷൻസും പാക് അധീന കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ്. ഇന്ത്യൻ ആർമി പറഞ്ഞത് പാകിസ്ഥാൻ ഇന്ത്യയിലെ പൂഞ്ച് രജൌരി ഏരിയയിലെ ബിംബേർഗലിയിൽ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ട് അപ്പുറത്തായി പീരങ്കി ആക്രമണം നടത്തി. ഇതിന് പ്രതികരണമായി അളന്നുകുറിച്ചുള്ള തക്കതായ പ്രത്യാക്രമണം ഇന്ത്യൻ സേന നടത്തിയെന്ന് ഇന്ത്യൻ സേന എക്സിലൂടെ അറിയിച്ചു. പഹൽഗാമിൽ നടത്തിയ തീവ്രവാദാക്രമണത്തിന് പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ പങ്കുവച്ചുകൊണ്ട് എക്സിലൂടെ അറിയിച്ചത് ഇങ്ങനെയാണ്: പഹൽഗാം തീവ്രവാദ ആക്രമണം നീതി നടപ്പാക്കിയിരിക്കുന്നു. ജയ് ഹിന്ദ്. പ്രകോപനപരമല്ലാത്ത രീതിയിൽ ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്തപരമായി നടത്തിയ ഈ തിരിച്ചടി വളരെ അനുയോജ്യമായതാണ് എന്ന് പറയാതെ വയ്യ. ഈ ഒരൊറ്റ തിരിച്ചടിയിലൂടെ ഇത് അവസാനിക്കുകയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളുടെ നടുവൊടിക്കുന്ന രീതിയിലുള്ള കൃത്യതയോടെയുള്ള തിരിച്ചടി നൽകി പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കുന്ന രീതിയിൽ ആസൂത്രിതമായ തക്കതായ തിരിച്ചടി തന്നെ അവർക്ക് നൽകേണ്ടതാണ്. കൃത്യതയോടെ സാധാരണ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാക്കാതെ പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ശക്തമായ സൈന്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു.